സെൻറ്റർ ഫോർ സയൻസിൻ്റെ +2 ബയോളജിയിലെ ബോട്ടണിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റീപ്രൊഡക്ഷൻ്റെ ഇൻട്രൊഡക്ഷനാണ് പഠിച്ചത്. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുകളെ കുറിച്ചുമാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞത്. അപ്പം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോസസ്സുകളെ കുറിച്ചുമാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പഠിക്കുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ഫിഗേഴ്സും അതിനകത്തെ പ്രോസസ്സുകളെയും കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും അല്ലെങ്കിൽ ആ ഒരു ഏരിയ ആകുമ്പോഴത്തേക്കും മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുകളെ കുറിച്ച് പഠിച്ചു, സ്റ്റേമൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു, ആന്തറിനെ കുറിച്ചും ഫിലമെൻറ്റിനെ കുറിച്ചും പറഞ്ഞു. ആന്തറിൻ്റെ സ്ട്രക്ചർ, ആന്തറിൻ്റെ 4 ലെയറുകൾ, അതിനകത്ത് മൈക്രോസ്പോറുകൾ കാണപ്പെടുന്ന മൈക്രോസ്പോറുകളുടെ ഫോർമേഷൻ, ദെൻ അത് കഴിഞ്ഞ് ഒരു ടിപ്പിക്കൽ പോളിംഗ് ഗ്രെയിൻ്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ്, അതിനകത്തെ ലെയർ എന്തൊക്കെയാണ്, ലെയേഴ്സിൻ്റെ ഫങ്ഷൻസ് എന്താണ്, അതിനകത്ത് വരുന്ന വെജിറ്റേറ്റീവ് സെല്ല്, ജനറേറ്റീവ് സെല്ല്, ഇവയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, പിന്നീട് പോളിംഗ് ഗ്രെയിൻസ് കൊണ്ടുള്ള മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്. അപ്പോൾ ഇത്രയും ഏരിയ ആകുമ്പോഴത്തേക്കും മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുമായി ബന്ധപ്പെട്ട പോർഷൻസ് മൊത്തം അവിടെ കവർ ചെയ്യുകയാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൻ്റെ ഒരു ചെറിയ ഇൻട്രോ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞു വെച്ചായിരുന്നു അല്ലേ. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൻ്റെ ബേസിക് യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിസ്റ്റിൽ. ആ പിസ്റ്റിൽ എന്നറിയപ്പെടുന്ന ഒരു കമ്പോണൻറ്റിൽ കാണപ്പെടുന്ന 3 പ്രധാനപ്പെട്ട പാർട്സുകൾ, ആ 3 പ്രധാനപ്പെട്ട പാർട്സുകളാണ് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഈ സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി എന്ന് പറയുന്ന 3 പാർട്സുകളും കാണപ്പെടുന്ന പൊസിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു ഫ്ലവർ ആണെങ്കിൽ ആ ഫ്ലവറിൻ്റെ ഏറ്റവും ടോപ്പിൽ അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏരിയയാണ് സ്റ്റിഗ്മ. അതാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. സ്റ്റിഗ്മയുടെ ഫോളോ അപ്പ് ആയിട്ട് നമുക്ക് താഴേക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്ലെൻഡർ ആയിട്ടുള്ള ഒരു സ്റ്റാൾക്ക് ലൈക്ക് സ്ട്രക്ചർ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റൈൽ. സ്റ്റൈൽ വന്ന് അവസാനിക്കുന്ന പോർഷൻ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവറി. അപ്പോൾ ഇത് 3ഉമാണ് ഒരു പിസ്റ്റിൽ എന്നറിയപ്പെടുന്ന പാർട്ടിൻ്റെ അല്ലെങ്കിൽ പിസ്റ്റിൽ എന്നറിയപ്പെടുന്ന കമ്പോണൻറ്റിൻ്റെ സബ് പാർട്സുകളായി നമ്മൾ പറയുന്നത്. ഇനി എന്താണ് ഈ 3 പാർട്സുകളും ഒരു ഫ്ലവറിനകത്ത് ചെയ്യുന്ന അവയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്? അപ്പോൾ നേരത്തെ പറഞ്ഞ ഫിഗറിനകത്ത് നിന്നും ഈ സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി എന്നറിയപ്പെടുന്ന ഈ 3 പാർട്സുകളെ മാത്രം നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഒരു ഫ്ലവറിലേക്ക് നമ്മൾ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഏറ്റവും മുകളിൽ ഏറ്റവും ആദ്യം കാണപ്പെടുന്ന പാർട്ടാണ് സ്റ്റിഗ്മ. സ്റ്റിഗ്മയിൽ നിന്ന് ഫോളോ അപ്പ് ആയിട്ട് വരുന്നതാണ് സ്റ്റൈൽ, അത് വന്ന് അവസാനിക്കുന്ന പോർഷനാണ് ഓവറി. ഒരുപക്ഷെ ഈ പിസ്റ്റിൽ എന്ന് പറയുന്ന ഈ ഒരു എക്സാക്റ്റ് സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഹിബിസ്കസ് എന്നറിയപ്പെടുന്ന ഫ്ലവർ നോക്കിയാൽ മതി. ഇപ്പം നമുക്കറിയാം നമ്മുടെ എല്ലാം ചുറ്റുപാടും കാണപ്പെടുന്നതാണ് ചെമ്പരത്തി എന്ന് പറയുന്ന ചെമ്പരത്തിയുടെ പൂവ് എന്ന് പറയുന്നത്. അപ്പോൾ ചെമ്പരത്തിയുടെ പൂവ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് പിസ്റ്റിൽ എന്ന് പറയുന്ന ഒരു എക്സാക്റ്റ് സ്ട്രക്ചർ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഇപ്പം നമ്മൾ എൻസിആർടിയുടെ ടെക്സ്റ്റിനകത്ത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ച് വായിച്ചു വരികയാണെങ്കിൽ അവിടെ നമ്മൾ പലയിടങ്ങളിലായി കേൾക്കുന്ന ടേമുകളാണ്. ഒന്ന് ഗൈനീഷ്യം എന്ന ടേം കേൾക്കും, പിസ്റ്റിൽ എന്ന ടേം കേൾക്കും, കാർപ്പൽ എന്ന ടേം കേൾക്കും. ദെൻ പിന്നെ ഇപ്പോൾ നമ്മൾ ഈ സർക്കിൾ ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, ഒവ്യൂൾ, ഈ ടേമുകളെല്ലാം കേൾക്കും. അപ്പോൾ ഈ ടേമുകളെല്ലാം ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി പല ഏരിയകളിൽ നമ്മൾ പറയുന്ന പേരുകളാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ നോക്കുകയാണ് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. എന്താണ് ഈ 3 പാർട്സിൻ്റെ ഫങ്ഷൻ? ഏറ്റവും ഭാഗം നമ്മൾ പറയുകയാണ് സ്റ്റിഗ്മ. ഇപ്പോൾ ഡെഹിസൻസ് ഓഫ് ആന്തർ എന്ന് പറയുന്നൊരു പ്രോസസ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. മെച്ചുറായ പോളൻ ഗ്രെയിൻസുകൾ ആന്തറിനകത്ത് നിന്നും പുറത്തേക്ക് പോകുന്ന പ്രോസസ്സ്, അതാണ് ഡെഹിസൻസ് ഓഫ് ആന്തർ. അത്തരത്തിൽ ഡെഹിസൻസ് ആയി കഴിഞ്ഞ പോളൻ ഗ്രെയിൻസുകൾ പുറത്തേക്ക് വരികയും അവ റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആക്കുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിലേക്ക് എത്തുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോളൻ ഗ്രെയിൻസുകൾ ഏറ്റവും ആദ്യം എത്തിച്ചേരുന്ന ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് സ്റ്റിഗ്മ. അപ്പോൾ പോളൻ ഗ്രെയിൻസ് ഏറ്റവും ആദ്യം വന്ന് പതിക്കുന്നത് സ്റ്റിഗ്മയിലാണ്. സ്റ്റിഗ്മയിൽ നിന്ന് ആ പോളൻ ഗ്രെയിൻസുകൾ സ്റ്റൈൽ എന്നറിയപ്പെടുന്ന ഒരു ഫിലമെൻ്റ് പോലെ കാണപ്പെടുന്ന സ്റ്റാൾക്ക് ലൈക്ക് സ്ട്രക്ചറിനകത്തുകൂടി അത് ഓവറി എന്നറിയപ്പെടുന്ന ഏരിയയിലേക്ക് എത്തുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഓവറിക്കകത്ത് നമുക്ക് ഒരുപാട് ഒവ്യൂൾസിനെ കാണാനായിട്ട് സാധിക്കും. ഈ ഒവ്യൂൾസുമായി ഫ്യൂസ് ചെയ്താണ് അവ സൈഗോട്ട് എന്നറിയപ്പെടുന്ന സ്ട്രക്ചറായി മാറുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇനി
ഇനി ഉള്ള പോർഷൻസിലാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ ദ റീജിയൻ വെർ ദ പോളൻ ഗ്രെയിൻസ് ആർ ഫസ്റ്റ്ലി റീച്ച്, ഏറ്റവും ആദ്യം പോളൻ ഗ്രെയിൻസുകൾ എത്തുന്ന ഏരിയ. സ്റ്റിഗ്മയും ഓവറിയും തമ്മിൽ കണക്ട് ചെയ്ത് കാണപ്പെടുന്ന ഫിലമെൻ്റ് ലൈക്ക് സ്ട്രക്ചറാണ് സ്റ്റൈൽ. ആ സ്റ്റൈലിനകത്തുകൂടിയാണ് പോളൻ ഗ്രെയിൻസുകൾ ഓവറിയിലേക്ക് എത്തുന്നത്. ആ സ്റ്റൈലിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് പോളൻ ട്യൂബ് ഫോർമേഷൻ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാവുകയും ആ സ്റ്റൈലിനകത്തുകൂടി പോളൻ ഗ്രെയിൻസിന് സഞ്ചരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. ആൻഡ് ഫൈനലി അത് ഓവറിയിലേക്ക് എത്തുന്നു. ഓവറിക്കകത്ത് ഒരുപാട് ഒവ്യൂൾസുകൾ കാണപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഒരു ടിപ്പിക്കൽ ഒവ്യൂളിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ നമ്മൾ ഏത് ഫിഗർ ബയോളജിയിൽ പഠിച്ചാലും ആ ഫിഗറിൻ്റെ പേര് അല്ലെങ്കിൽ ഏതിൻ്റെ ഫിഗറാണെന്നുള്ള നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ പിസ്റ്റിൽ, ഇപ്പോൾ എക്സാമിന് പിസ്റ്റിൽ എന്ന് പറയുന്ന സ്ട്രക്ചറിനെ പടം വരയ്ക്കാനാണ് പറയുന്നതെങ്കിൽ ഈ ഒരു എക്സാക്റ്റ് ഫിഗറാണ് വരയ്ക്കേണ്ടത്. അതിനകത്ത് സ്റ്റിഗ്മയും കാണണം, സ്റ്റൈലും കാണണം, ഓവറിയും കാണണം. എന്നാൽ എക്സാമിന് ചോദിക്കുകയാണ് ഡ്രോ എ സ്ട്രക്ചർ ഓഫ് ദി ടിപ്പിക്കൽ ഒവ്യൂൾ എന്നാണ് ചോദിക്കുന്നത്. ഒരു ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ഒവ്യൂൾസുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. പല ടൈപ്പ് ഒവ്യൂൾസുകളുണ്ട്. എന്നാൽ അതിലെല്ലാം നമ്മൾ ജനറലായിട്ട് പറയുന്നത് അനാട്രോപ്പസ് ഒവ്യൂളിൻ്റെ സ്ട്രക്ചറാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതാണ് എ ഡയഗ്രമാറ്റിക് വ്യൂ ഓഫ് എ ടിപ്പിക്കൽ അനാട്രോപ്പസ് ഒവ്യൂൾ. അതാണതാ ഈ ഒരു ഫിഗർ എന്ന് പറയും. ഈ ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കുന്ന ഫിഗർ ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസിൽ പലപ്പോഴായി റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഫിഗറാണ് അനാട്രോപ്പസ് ഒവ്യൂളിൻ്റെ ഫിഗർ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടേംസുകൾ കാണാനുണ്ട് അല്ലേ. ഈ ടേംസുകളെല്ലാം പഠിച്ചിരിക്കണം, ഇതിനെല്ലാം ഫങ്ഷൻസും പഠിച്ചിരിക്കണം. അപ്പോൾ ഇത് കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്ന പേരാണ് ഫ്യൂണിക്കിൾ. രണ്ടാമത് പറയുന്ന പേരാണ് ഹൈലം. ദെൻ മൂന്നാമത് വരുന്നതാണ് മൈക്രോപൈൽ. ദെൻ അത് കഴിഞ്ഞ് വരുന്നതാണ് മൈക്രോപൈലാർ പോൾ. ദെൻ ഔട്ടർ ആൻഡ് ഇന്നർ ഇൻഡഗുമെൻറ്റ്സ്. ദെൻ ചെലാസ. ദെൻ ന്യൂസെല്ലസ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എംബ്രിയോസാക്ക്. അപ്പോൾ ഒവ്യൂളിന് അകത്ത് കാണപ്പെടുന്ന സ്ട്രക്ചറാണ് എംബ്രിയോസാക്ക്. അപ്പോൾ അത് ഓർത്തിരിക്കണം. ഓവറിക്കകത്ത് ഒവ്യൂള്, ഒവ്യൂളിന് അകത്ത് എംബ്രിയോസാക്ക്. ഇനി ഈ പറഞ്ഞ ഒവ്യൂള് പലപ്പോഴും കാണപ്പെടുന്നത് പ്ലാസൻ്റ പാർട്ടുമായിട്ട് ചേർന്നായിരിക്കും. ഇപ്പോൾ പ്ലാസൻ്റ, പ്ലാസൻറ്റേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ പ്ലാസൻ്റ, പ്ലാസൻറ്റേഷനൊക്കെ എന്താണെന്നുള്ളതും പല തരത്തിലുള്ള പ്ലാസൻറ്റേഷൻസ് അല്ലെങ്കിൽ പ്ലാസൻറ്റേഷൻസിൻ്റെ പല ടൈപ്പുകളൊക്കെ നിങ്ങൾ +1 പഠിച്ചിട്ടുള്ളതാണ്. മാർജിനലായി കഴിഞ്ഞാലും ബേസിലായി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പ്ലാസൻറ്റേഷൻസ് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇതിൽ ഓരോ പാർട്സും. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്യൂണിക്കിളാണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് ഹൈലം. അപ്പോൾ ഒവ്യൂളിൽ ഫ്യൂണിക്കിളിൻ്റെ ഫങ്ഷൻ എന്താണ്? അപ്പോൾ ഒവ്യൂൾ എന്ന് പറയുന്ന ഈ ഒരു വലിയ സ്ട്രക്ചറിനെ പ്ലാസൻ്റയിൽ അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്യൂണിക്കിൾ. ഇനി ഫ്യൂണിക്കിൾ കഴിഞ്ഞ് വരുന്ന ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈലം. അപ്പോൾ പ്ലാസൻ്റൽ പാർട്ടിൽ ഒവ്യൂളിൻ്റെ ഏത് പാർട്ടാണോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ഹൈലം. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഡെഫിനേഷൻ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ശ്രദ്ധിച്ചോണം. ഇവിടെ വരെ ഉള്ളതാണ് നമ്മളിപ്പം ഒവ്യൂൾ എന്ന് പറയുന്നത് അല്ലേ. ഇതിനപ്പുറത്തേക്ക് വരുന്നത് ഒവ്യൂളിനെ എവിടെയോ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ ഈ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാസൻ്റൽ പാർട്ടിനകത്തേക്കാണ് ഒവ്യൂളിനെ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒവ്യൂളിനെ അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന അല്ലെങ്കിൽ ഒവ്യൂളിനെ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെക്കുന്ന പ്ലാസൻ്റൽ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്യൂണിക്കിൾ. ഫ്യൂണിക്കിളിലേക്ക് ഒട്ടിയിരിക്കുന്ന ഒവ്യൂളിൻ്റെ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈലം. അപ്പോൾ രണ്ടും അറ്റാച്ചിങ്ങിനാണ്. ഒന്ന് പ്ലാസൻ്റയുടെ ഏത് ഭാഗത്തേക്കാണോ ഒവ്യൂളൊന്നും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫ്യൂണിക്കിൾ എന്നും, ഇനി ഒവ്യൂളിൻ്റെ ഏത് ഭാഗമാണോ ഒന്ന് അറ്റാച്ച്ഡ് ആകുന്നത് ആ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈലം എന്നും. ഇനി എംബ്രിയോസാക്ക് എടുത്തു കഴിഞ്ഞാൽ എംബ്രിയോസാക്കിനകത്ത് പ്രധാനമായിട്ടും 2 റീജിയൻസ് കാണാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാണ് മൈക്രോപൈലാർ റീജിയൻ. അതാണ് ഈ ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോപൈലാർ റീജിയൻ. അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഏരിയ വിളിക്കുന്ന പേരാണ് ചെലാസൽ പോൾ അല്ലെങ്കിൽ ചെലാസൽ എൻഡ് അല്ലെങ്കിൽ ചെലാസൽ റീജിയൻ എന്നൊക്കെ നമ്മളതിനെ അറിയപ്പെടും. ഇനി ഈ മൈക്രോപൈലാർ റീജിയനായിട്ട് ഏറ്റവും നടുക്കായിട്ട് നമുക്കൊരു ചെറിയ
ഓപ്പണിംഗ് കാണാൻ സാധിക്കും, ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള പോർ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോ പൈലാർ പോൾ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ആ ഒരു ഏരിയയിൽ ഒരു ചെറിയ പോർ ലൈക്ക് സ്ട്രക്ചർ കാണപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഒരു ചെറിയ ഓപ്പണിംഗ് കാണപ്പെടുന്നത്? അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ സ്റ്റിഗ്മയിലെത്തിയ പോളൻ ഗ്രെയിൻ സ്റ്റൈൽ വഴി ഓവറിയിലേക്ക് എത്തുന്നു. ഓവറിക്കകത്ത് നിന്നും അത് ഒവ്യൂളിനകത്തേക്ക് പ്രവേശിക്കുന്നു. ഒവ്യൂളിനകത്ത് നിന്നും അത് എംബ്രിയോ സാക്കിനകത്തേക്ക് പ്രവേശിക്കണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ മൈക്രോ പൈലാർ റീജിയനിൽ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഓപ്പണിംഗ് കാണപ്പെടുന്നത്. അതിനെയാണ് നമ്മൾ മൈക്രോ പൈലാർ ഓപ്പണിംഗ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മൈക്രോ പൈലാർ പോൾ എന്ന് അറിയപ്പെടും. ഇനി എംബ്രിയോ സാക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കാണപ്പെടുന്ന 2 ലെയർ ഓഫ് പ്രൊട്ടക്ഷൻസ്, അതാണ് ഔട്ടർ ഇൻഡഗമെൻറ്റും ഇന്നർ ഇൻഡഗമെൻറ്റും. അപ്പോൾ പ്രൊട്ടക്ഷൻ തന്നെയാണ് ഇവർ രണ്ടുപേരുടെയും മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി എംബ്രിയോ സാക്കിനും ഇന്നർ ഇൻഡഗമെൻറ്റിനും ഇടയിലായി കാണപ്പെടുന്ന ഒരു ചെറിയ ഏരിയ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂസെല്ലസ്. അപ്പോൾ ഈ ന്യൂസെല്ലസിന് ഈ ഫിഗറിനകത്ത് പ്രത്യേകിച്ച് ഫംഗ്ഷൻസ് നമ്മൾ പറയുന്നില്ലെങ്കിൽ പോലും ഈ ചാപ്റ്ററിൻ്റെ ഒരു ലാസ്റ്റ് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ പെരികാർപ്പ്, പെരിസ്പേം എന്ന് പറയുന്ന 2 ടേംസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ന്യൂസെല്ലസിൽ നിന്നാണ്. അപ്പോൾ ന്യൂസെല്ലസ് എന്ന് പറഞ്ഞാൽ എംബ്രിയോ സാക്കിനും ഇൻഡഗമെൻറ്റിനും ഇടയിലായി കാണപ്പെടുന്നു. ഇനി ഒവ്യൂളിൻ്റെ ഏറ്റവും സെൻട്രൽ റീജിയനിലായി കാണപ്പെടുന്ന പാർട്ട്, അതാണ് എംബ്രിയോ സാക്ക്. ഈ എംബ്രിയോ സാക്കിൻ്റെ ഡെവലപ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എംബ്രിയോ സാക്കിനെ നമുക്ക് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ അതിനകത്താണ് നമ്മൾ മെഗാസ്പോർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഗ് എന്ന് പറയുന്നത് കാണപ്പെടുന്നത്. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറയുന്നൊരു ടൈം പഠിച്ചായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന് എക്സാക്റ്റായിട്ട് വേറൊരു ടൈം പഠിക്കാനുണ്ട്, അതാണ് മെഗാസ്പോറോജെനിസിസ്. അപ്പോൾ എങ്ങനെയാണ് മെഗാസ്പോറോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്, അല്ലെങ്കിൽ മെഗാസ്പോറോജെനിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നു കഴിയുമ്പോഴാണ് ഒവ്യൂളുകൾ മെച്ചുറായി മാറുന്നത്, അല്ലെങ്കിൽ എഗ് എന്ന് പറയുന്നത് ഫോം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒവ്യൂള് മെച്ചുറായി മാറുന്ന ആ ഒരു വലിയ എൻറ്റയർ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെഗാസ്പോറോജെനിസിസ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് മെഗാസ്പോറോജെനിസിസ്, എങ്ങനെയാണ് മെഗാസ്പോറോജെനിസിസ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിലെ മെഗാസ്പോറോജെനിസിസ് പഠിക്കാൻ നമുക്ക് ഈ എംബ്രിയോ സാക്കിൻ്റെ മാത്രം സ്ട്രക്ചർ നമ്മൾ അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ മാത്രം നമുക്ക് എടുക്കുമ്പോൾ നമുക്കതിൽ കാണാൻ സാധിക്കുന്നതാണ് എംബ്രിയോ സാക്ക്. ആ എംബ്രിയോ സാക്കിന് 2 റീജിയൻസ് ഉണ്ട്. അതിൽ ഒന്നാണ് ചലാസെൽ റീജിയൻ, പിന്നൊന്നാണ് മൈക്രോ പൈലാർ റീജിയൻ. അപ്പോൾ ഈ എംബ്രിയോ സാക്കിന് അകത്താണ് എഗ്ഗ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ എഗ്ഗ് ഫോം ചെയ്ത് ഒവ്യൂള് മെച്ചുർ ആകുമ്പോൾ മാത്രമേ മെഗാസ്പോറോജെനിസിസ് എന്ന് പറയുന്ന ഒരു പോർഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഇവിടെയും നമ്മൾ മൈക്രോസ്പോറോജെനിസിസ് സ്റ്റാർട്ട് ചെയ്ത് കണക്ക് തന്നെയാണ് മെഗാസ്പോറോജെനിസിസും സ്റ്റാർട്ട് ചെയ്യുന്നത്. മൈക്രോസ്പോറോജെനിസിസ് സ്റ്റാർട്ട് ചെയ്ത് സ്പോറോജീനിയസ് ടിഷ്യൂസിൽ നിന്നായിരുന്നു, അല്ലേ? അതേപോലെ മെഗാസ്പോറോജെനിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്പോറോജീനിയസ് ടിഷ്യൂസിൽ നിന്നാണ്. അപ്പോൾ ഈ എംബ്രിയോ സാക്കിനകത്ത് ഫോം ചെയ്യപ്പെടുന്ന സ്പൊറോജീനിയസ് ടിഷ്യൂസിനെ നമ്മൾ വിളിക്കുന്ന പേര് മെഗാസ്പോർ മദർ സെൽ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോമാണ് MMC, മെഗാസ്പോർ മദർ സെൽ. അപ്പോൾ അത്തരത്തിൽ സ്പൊറോജീനിയസ് ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്തു, അല്ലെങ്കിൽ മെഗാസ്പോർ മദർ സെല്ല് ഡിവൈഡ് ചെയ്തുണ്ടാകുന്ന ആദ്യത്തെ സെൽ, ഫസ്റ്റ് സെൽ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം ഡിവൈഡ് ചെയ്യുന്നത് മിയോട്ടിക് ഡിവിഷനാണ്. ഇപ്പം മിയോസിസ്, മൈറ്റോസിസ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത നമുക്കറിയാം. മിയോട്ടിക് ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ 4 ഡോട്ടർ സെല്ലുകളും മൈറ്റോസിസ് നടന്നു കഴിഞ്ഞാൽ 2 ഡോട്ടർ സെല്ലുകളുമാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ സ്പൊറോജീനിയസ് ടിഷ്യൂസായ അല്ലെങ്കിൽ മെഗാസ്പോർ മദർ സെല്ലിൽ ഏറ്റവും ആദ്യം ഫസ്റ്റ് മിയോസിസ് നടന്നു കഴിയുമ്പോൾ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 4 ഹാപ്ലോയിഡ് ഡോട്ടർ സെല്ലുണ്ടാവും. ഹാപ്ലോയിഡിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഒരു സ്മോൾ ലെറ്റർ N കൊണ്ടും ഡിപ്ലോയിഡിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് 2N സ്ട്രക്ചർ കൊണ്ടാണ്. അതൊക്കെ +1 ഡീറ്റെയിലായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മെഗാസ്പോർ മദർ സെല്ലിൽ മിയോട്ടിക് ഡിവിഷൻ സംഭവിച്ച് 4 ഡോട്ടർ സെല്ലുകൾ ഫോം ചെയ്തു. എന്നാൽ ഈ 4 ഡോട്ടർ സെല്ലുകളിലെ 3 ഓഫ് ദി ഡോട്ടർ സെൽസ് ആർ ബിക്കം ഡീജനറേറ്റഡ്. ഇതിലെ 3 ഡോട്ടർ സെല്ലുകൾ നശിച്ചു പോവുകയും ഒരൊറ്റ ഹാപ്ലോയിഡ് സെല്ല് മാത്രമായി റിമൈൻഡ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ ഒറ്റ സെല്ലെന്ന് പറയുമ്പോൾ ആ സെല്ലും അതിനകത്ത് ഒരു ന്യൂക്ലിയസും. അപ്പോൾ ഈ ഒരു ഒറ്റ സെല്ലിൽ നിന്നാണ് പിന്നീട് ഈ പറയുന്ന ഒരു മെച്യൂർ എംബ്രിയോ സാക്ക് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാകുന്നത്.
അപ്പോൾ ഇതാണ് ആ ഒരൊറ്റ സിംഗിൾ സെൽ എന്ന് പറയുന്നത്. ഈ ഒരൊറ്റ സിംഗിൾ സെല്ലിനകത്തേക്ക് ഫസ്റ്റ് മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിക്കും. ഒരു മൈറ്റോസിസ് നടക്കും. അപ്പോൾ ഒരു മൈറ്റോസിസ് നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 2 ഡോട്ടർ സെല്ലുകൾ ഫോം ചെയ്യും, അല്ലേ? അപ്പോൾ ഈ 2 ഡോട്ടർ സെല്ലുകൾ ഫോം ചെയ്തു. ഈ 2 ഡോട്ടർ സെല്ലുകൾക്ക് വീണ്ടും ഒരു സെക്കൻഡ് മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിച്ചു. അപ്പോൾ അത് എത്ര ഡോട്ടർ സെല്ലായി മാറുന്നു? 4 ഡോട്ടർ സെല്ലായി മാറുന്നു. ഈ 4 ഡോട്ടർ സെല്ലുകൾക്ക് വീണ്ടും മൂന്നാമത് ഒരു മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിക്കുമ്പോൾ 4 എന്നുള്ള സെല്ലിൽ നിന്നും 8 ഡോട്ടർ സെല്ലുകളായി അത് മാറുന്നു. അപ്പോൾ ഫസ്റ്റ് മെഗാസ്പോർ മദർ സെല്ല് ഡിവൈഡ് ചെയ്യുന്നു, 4 ഡോട്ടർ സെല്ലായി മാറി. അത് മിയോട്ടിക് ഡിവിഷൻ ആയിരുന്നു. അതിലെ 3 സെല്ലുകൾ നശിച്ചു പോവുകയും ഒരു സെല്ല് മാത്രം റിമൈൻഡ് ആവുകയും ചെയ്തു. അതിൽ ഒരു സെല്ലിന് കണ്ടിന്യൂസ് ആയി 3 തവണ മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിച്ച് ഏറ്റവും ലാസ്റ്റ് 8 ഡോട്ടർ സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ 8 ഡോട്ടർ സെല്ലുകളും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന എംബ്രിയോ സാക്കിന് അകത്താണ്. അപ്പോൾ ഇപ്പോൾ ഈ എംബ്രിയോ സാക്കിനകത്ത് 8 ഡോട്ടർ സെല്ലുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇവിടെ 8 ഡോട്ടർ സെല്ലുകളുണ്ട്. ഇനി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഡെവലപ്മെൻ്റൽ സ്റ്റേജുകളുടെ ഭാഗമായി ഈ 8 ഡോട്ടർ സെല്ലുകളിലെ 3 സെല്ലുകൾ ചലാസെൽ റീജിയനിലേക്ക് പോകുന്നു. അപ്പോൾ 3 സെൽ വിത്ത് 3 ന്യൂക്ലിയസ്. അപ്പം ഈ 8 സെല്ലുകളിലെ ഒരു 3 സെല്ല് ചലാസെൽ റീജിയനിലേക്ക് പോയി. 2 സെല്ലുകൾ ഈ എംബ്രിയോ സാക്കിൻ്റെ ഏറ്റവും സെൻട്രലായിട്ട് സിറ്റുവേറ്റ് ചെയ്തു. അപ്പോൾ 8-നകത്ത് 5 സെല്ലുകൾ പോയി. ഇനി ബാക്കി വരുന്നത് 3 സെല്ലുകൾ. ആ 3 സെല്ലുകൾ മൈക്രോപൈലാർ റീജിയനിലും സിറ്റുവേറ്റ് ചെയ്യുന്നു. അപ്പോൾ എംബ്രിയോ സാക്ക് എന്ന് പറയുന്നതിനകത്ത് 8 സെൽഡ് 8 ന്യൂക്ലിയർ അല്ലേ, ഓരോ സെല്ലിനകത്തും ഓരോ ന്യൂക്ലിയസ്. അതിൽ 3 സെല്ലുകൾ നമുക്ക് ചലാസെൽ റീജിയനിൽ കാണാൻ സാധിക്കും. 2 സെല്ലുകൾ എംബ്രിയോ സാക്കിൻ്റെ സെൻട്രലിൽ കാണാൻ സാധിക്കും. 3 സെല്ലുകൾ മൈക്രോപൈലാർ റീജിയനിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു എക്സാക്റ്റ് ഫിഗർ ഇനി എടുക്കാം. ആ എക്സാക്റ്റ് ഫിഗറാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഇതാണ് നമ്മളിപ്പോൾ വരച്ച എക്സാക്റ്റ് ഫിഗർ. അപ്പോൾ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി മെച്യൂർ എംബ്രിയോ സാക്ക്. അപ്പോൾ എക്സാമിന് ചോദിക്കുകയാണ്, ഒരു മെച്യൂർ എംബ്രിയോ സാക്കിൻ്റെ പടം വരയ്ക്കാൻ പറഞ്ഞാൽ ഈ ഫിഗറാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു മൊത്തം 8 ഡോട്ടർ സെല്ലുകൾ, അതിലെ 3 സെല്ലുകൾ ചലാസെൽ റീജിയൻ അല്ലെങ്കിൽ ചലാസെൽ എൻഡിലേക്ക് പോകുന്നു, അല്ലേ? അപ്പോൾ ചലാസെൽ എൻഡിൽ എത്തിയ ആ 3 സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻറ്റിപോഡൽസ്. ഏറ്റവും സെൻട്രലായിട്ട് 2 സെല്ലുകൾ കാണപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞു. അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രൽ സെൽസ്. പിന്നെ 3 സെല്ലുകൾ അവ മൈക്രോപൈലാർ എൻഡിലേക്ക് പോകുമെന്ന് പറഞ്ഞു, അല്ലേ? അപ്പം മൈക്രോപൈലാർ എൻഡിലേക്ക് വരുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ മൊത്തം 3 സെല്ലുകളുണ്ട്. പക്ഷേ അതിലെ 2 വലിയ സെല്ലുകളെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് സിനർജിഡ്സ്. ഏറ്റവും നടുക്ക് കാണപ്പെടുന്ന ഈ സെല്ലിനെ വിളിക്കുന്ന പേരാണ് എഗ്ഗ്. ഇതിനെ 2നെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് എഗ് അപ്പാരറ്റസ്. അപ്പോൾ ഈ എഗ്ഗിനെയും 2 സിനർജിഡ്സുകളെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് എഗ് അപ്പാരറ്റസ്. ഇനി ഇവിടെ ഒരു ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ടല്ലോ. ഈ ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇത് മൈക്രോപൈലാർ എൻഡാണ്. ഈ മൈക്രോപൈലാർ എൻഡിൽ നമുക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഓപ്പണിംഗ് കാണാൻ പറ്റും. ആ ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് മൈക്രോപൈലാർ ഓപ്പണിംഗ് നമ്മൾ വിളിക്കുമെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? ആ ഓപ്പണിങ്ങിനകത്തു കൂടിയാണ് പോളൻ ഗ്രെയിൻസിനകത്തെ ഗമേറ്റുകൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന പോളൻ ഗ്രെയിനകത്തെ 2 ഗ്യാമേറ്റുകൾക്ക് ജനറേറ്റീവ് സെല്ലിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് ഫോം ചെയ്യുന്ന 2 മെയിൽ ഗ്യാമേറ്റുകൾക്ക്, ആ 2 മെയിൽ ഗ്യാമേറ്റുകൾക്കും ഈ പറയുന്ന എംബ്രിയോ സാക്കിനകത്തേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്ന പാർട്ടാണ് ഫിലിഫോം അപ്പാരറ്റസ്. ഇനി സെൻട്രൽ പോർഷനിൽ നമുക്ക് 2 സെല്ലുകൾ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു, അല്ലേ? ഈ 2 സെല്ലുകൾ എന്ന് പറഞ്ഞാൽ 2 സെൽ വിത്ത് 2 ന്യൂക്ലിയേറ്റഡ് ആണ്, അല്ലേ? പക്ഷേ ഈ ഇത്രയും സെല്ലുകൾ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ സെൻട്രൽ സെൽ എന്ന് പറയുന്ന സെല്ലുകൾ മാത്രം അങ്ങ് ഫ്യൂസ് ചെയ്ത് ഒരൊറ്റ സെല്ലായിട്ട് മാറും. ഈ 2 സെല്ലുകളുടെ ഫ്യൂസ് ചെയ്ത് ഒറ്റ സെല്ലായി മാറും. പക്ഷേ അവയുടെ ന്യൂക്ലിയസുകൾ ഫ്യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ സിറ്റുവേഷനെ അല്ലെങ്കിൽ ഈ സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്?
സിംഗിൾ സെൽ വിത്ത് 2 ന്യൂക്ലിയസ്. അപ്പോൾ ഇനി മൊത്തം ഇതൊന്ന് കൂട്ടി നോക്കേ. ഇപ്പോൾ ഈ എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത് മെച്യൂറായി. അപ്പോൾ ഒരു മെച്യൂർ എംബ്രിയോ സാക്കിൽ എത്ര സെല്ലുകളുണ്ട്? ഇത് 1, 2, 3. ഇത് 4 ഒറ്റ സെല്ലായി കഴിഞ്ഞു. 4, 5, 6, 7. അപ്പോൾ ഒരു മെച്യൂർ എംബ്രിയോ സാക്കിൽ നമുക്ക് മൊത്തവും 7 സെൽസിനെ കാണാൻ സാധിക്കും അല്ലേ? 7 സെൽഡാണ്. പക്ഷേ ഇതിനകത്ത് എത്ര ന്യൂക്ലിയസുകളുണ്ട്? 1, 2, 3, 4, 5. ഇതിൽ തന്നെ 2 ന്യൂക്ലിയസ് ഉണ്ട്. 4, 5, 6, 7, 8. 8 ന്യൂക്ലിയസ്. അപ്പോൾ ഒരു മെച്യൂർ എംബ്രിയോ സാക്കിനെ നമുക്ക് മറ്റൊരു പേരിൽ അറിയപ്പെടാം. ഒരു എംബ്രിയോ സാക്ക് എപ്പോഴാണോ 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് സിറ്റുവേഷനിലേക്ക് എത്തുന്നത് അപ്പോൾ മാത്രമാണ് ഒരു എംബ്രിയോ സാക്ക് മെച്യൂറായി എന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജിലേക്ക് ഒരു എംബ്രിയോ സാക്ക് എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ആ പ്രോസസ്സിനെ മെഗാസ്പോറോജെനിസിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെഗാസ്പോർ മദർ സെല്ലിൽ നിന്നും ഡിവൈഡ് ചെയ്ത് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ സംഭവിച്ച 4 സെല്ലുണ്ടായി. അതിൽ 3 സെല്ലുകൾ നശിച്ചുപോയി. ഒരു സെല്ലിന് കണ്ടിന്യൂസ് ആയി മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിച്ച് അതിൽ നിന്നും 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് വരെ എത്തി നിർത്തുന്ന ആ ഒരു വലിയ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെഗാസ്പോറോജെനിസിസ്. അപ്പോൾ ഈ മെഗാസ്പോറോജെനിസിസ് കൂടി ആകുമ്പോഴത്തേക്കും ഫ്ലവറിനകത്തെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഏകദേശം കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യത്തെ ഒരു പോർഷൻ നമ്മൾ ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ എന്ന ഒരു വലിയ പ്രോസസ്സ് നമ്മൾ എടുക്കുകയാണ്. അപ്പം റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു വലിയ പ്രോസസ്സിനെ നമുക്ക് ഏറ്റവും ആദ്യം 3 സബ് സ്റ്റേജുകളാക്കി തിരിക്കാം. റീപ്രൊഡക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് അല്ലെങ്കിൽ സ്റ്റേജ് അതാണ് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷന് മുൻപ് നടക്കുന്ന പ്രോസസ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് പ്രീ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം ഉള്ള പ്രോസസ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റുകൾ ഫ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നതാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് മൊത്തവും പ്രീ ഫെർട്ടിലൈസേഷനാണ് അല്ലേ? ഇപ്പം നമുക്കറിയാം ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ ഒരു മെയിൽ ഗമേറ്റും വേണം, ഒരു ഫീമെയിൽ ഗമേറ്റും വേണം. അപ്പോൾ മെയിൽ ഗമേറ്റ് ഫോം ചെയ്യുന്ന പ്രോസസ്സ് അതാണ് മൈക്രോസ്പോറോജെനിസിസ്. ഫീമെയിൽ ഗമേറ്റ് അഥവാ എഗ്ഗ് അത് ഫോം ചെയ്യുന്ന പ്രോസസ്സ് അതാണ് മെഗാസ്പോറോജെനിസിസ്. അപ്പോൾ ഈ 2 പ്രോസസ്സുകൾ കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വരുന്നത് ഫസ്റ്റ് മൈക്രോസ്പോറോജെനിസിസ്, സെക്കൻഡ് വരുന്നതാണ് മെഗാസ്പോറോജെനിസിസ്. ഇനി അവിടെ പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നെങ്കിൽ മാത്രമേ ഗമേറ്റുകൾ മെയിൽ ഗമേറ്റുകൾ ഫീമെയിൽ ഗമേറ്റുകളുമായിട്ട് ഫ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അവിടെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഇവൻ്റ് പഠിക്കുന്നത്. ആ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ അവിടെ സൈഗോട്ട് ഫോം ചെയ്ത് കഴിയുന്നു. ഇനി ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞിട്ടുള്ള സ്റ്റേജുകൾ അതാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ സൈഗോട്ട് പിന്നീട് ഡെവലപ്പ് ചെയ്യും അല്ലേ? സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നു, എംബ്രിയോ ആയി മാറുന്നു, അത് വീണ്ടും ഡെവലപ്പ് ചെയ്യുന്നു, അതിൽ നിന്നാണ് സീഡ് ഫോം ചെയ്യുന്നു, പിന്നെ ഫ്രൂട്ടും ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു പ്രിസൈസ് ഫോം എന്ന് പറഞ്ഞാൽ ഇതാണ്. റീപ്രൊഡക്ഷൻ അത് 3 സ്റ്റേജുകൾ: പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ. പ്രീ ഫെർട്ടിലൈസേഷനകത്ത് വരുന്നതാണ് മൈക്രോസ്പോറോജെനിസിസ്, മെഗാസ്പോറോജെനിസിസ്, ദെൻ പോളിനേഷൻ. ഫെർട്ടിലൈസേഷനകത്ത് നമുക്ക് സൈഗോട്ട് ഫോർമേഷൻ, ദെൻ അത് കഴിഞ്ഞ് വരുന്നതാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ, അതിനകത്താണ് സീഡ് ഫോർമേഷൻ ആൻഡ് ഫ്രൂട്ട് ഫോർമേഷൻ. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് റീപ്രൊഡക്ഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേസിക് ഇൻട്രൊഡക്ഷനാണ്. അതിൽ നമ്മൾ ഏറ്റവും ആദ്യം ആൻജിയോസ്പേമിൻ്റെ ഫ്ലവേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ആൻജിയോസ്പേമിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഒരു ജനറൽ ക്യാരക്ടേഴ്സ് പറഞ്ഞു. അതിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പാർട്ടായ സെപ്പൽ, പെറ്റൽ, ദെൻ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് പറഞ്ഞു. അവിടുന്ന് നമ്മൾ നേരെ സ്റ്റേമെൻസിലേക്ക് വന്നു. അതിനകത്ത് സ്റ്റേമെൻസിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു. സ്റ്റേമെൻസിൻ്റെ സ്ട്രക്ചറിനകത്ത് ആംതർ, ഫിലമെൻറ്റിൻ്റെ ലെയേഴ്സ്, അതെല്ലാം നമ്മൾ പറഞ്ഞു.
അതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പോളൻ ഗ്രെയിൻസിലേക്ക് വന്നു. പോളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചർ, പോളൻ ഗ്രെയിൻസിൻ്റെ ലെയർ, പോളൻ ഗ്രെയിൻസിൻ്റെ മെറിറ്റ്, ഡിമെറിറ്റ്, ദെൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ മെഗാസ്പൊറോജെനിസിസിലേക്ക് വന്നു. പിസ്റ്റലിൻ്റെ പാർട്സ് പറഞ്ഞു, ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ പഠിച്ചു, എംബ്രിയോസാക്കിൻ്റെ സ്ട്രക്ചർ പഠിച്ചു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ആൻജിയോസ്പേം പ്ലാന്റ്സുകളുടെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അതിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും പഠിച്ചു, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞായിരുന്നു ഫിഗറുകൾക്ക് ഒരുപാട് പ്രത്യേകതയുള്ളൊരു ചാപ്റ്ററാണിത്. അപ്പോൾ ആ ഫിഗറുകളെല്ലാം തന്നെ നന്നായി വരച്ച്, നീറ്റായിട്ട് തന്നെ വരച്ച് അത് ലേബിൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യൻസും നമുക്ക് നന്നായി അതിനെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരുപാട് പ്രോസസ്സുകളും ഒരുപാട് വലിയ പ്രോസസ്സുകളും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ഡെഫിനേഷൻസും ചെറിയ ചെറിയ ടേംസുകളും ഒക്കെ ഒരുപാടുള്ളൊരു ചാപ്റ്ററാണ് റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ അതിൽ ഏറ്റവും ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഈ ഫിഗർ ഓറിയൻറ്റഡ് ആയിട്ട്. അപ്പോൾ അതിനകത്തെ ഫിഗറുകളെല്ലാം വളരെ നീറ്റായി വരച്ച് അതിനകത്തെ പാർട്സുകളെല്ലാം നന്നായി ലേബിൾ ചെയ്യാൻ പഠിക്കുക. പിന്നെ സ്വന്തമായി നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുക. ഇന്ന് നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഏതെങ്കിലും പോർഷൻസിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫോളോയിങ് ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ നമ്മളത് ഡിസ്കസ് ചെയ്ത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.